പവിത്രത്തിൻ്റെ ഒരു അപ്കമിങ് എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വിക്രമിന് രാധയെ വിവാഹം കഴിക്കാൻ ഇഷ്ടമല്ലെങ്കിലും കമലാമ്മയുടെ നിർബന്ധപ്രകാരം വിക്രം രാധയുമായുള്ള വിവാഹത്തിനായി അമ്പലത്തിലെത്തിയിരിക്കുന്നു. സെയിം സിറ്റുവേഷനിൽ തന്നെയാണ് വേദയും ശക്തിയുമായുള്ള വിവാഹത്തിന് വേണ്ടി അവരുടെ ഫാമിലിയും ഇതേ അമ്പലത്തിലെത്തിയിട്ടുണ്ട്. രണ്ട് ഫാമിലിയും അറിയാതെയാണെങ്കിലും അവരുടെ രണ്ടുപേരുടെയും വിവാഹം ഒരേ മുഹൂർത്തത്തിൽ ഒരേ അമ്പലത്തിൽ വെച്ച് നടത്താൻ തീരുമാനിക്കുകയാണ്. അമ്പലത്തിൽ വെച്ച് എല്ലാവരും പരസ്പരം കണ്ടുമുട്ടുന്നുണ്ട്. എല്ലാവരുടെ മനസ്സിൽ തീയാണ്. ഈ വിവാഹം ഇനി എങ്ങനെ നടക്കും? രണ്ട് കല്യാണങ്ങളും ഒരുമിച്ച് നടത്താൻ തന്നെയാണല്ലോ തീരുമാനിച്ചിരിക്കുന്നത്. ഇനി എന്തു ചെയ്യും? വിക്രമും വേദയും പരസ്പരം കണ്ടുമുട്ടുന്ന സമയത്ത് അവരുടെ മനസ്സെങ്ങാനും മാറുമോ എന്നാണ് രാധയുടെ അമ്മയുടെയും കമലാമ്മയ്ക്കും എല്ലാവർക്കും സംശയം ഇത് തന്നെയാണ്. വിക്രമും വേദയും സെപ്പറേറ്റ് ഡ്രസ്സിംഗ് റൂമിൽ ഇങ്ങനെ റെസ്റ്റ് എടുക്കുന്നുണ്ട്. രണ്ടുപേരും ഇങ്ങനെ എന്തോ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്നാണ് പുറത്തു നിന്നും ഒരു സ്ത്രീയുടെ വിളി ഇങ്ങനെ കേൾക്കുന്നത്. വിക്രം വിക്രം എന്നിങ്ങനെ വിളിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഇത് കേട്ട് വേദയും വിക്രമും പെട്ടെന്ന് രണ്ടുപേരുടെ മനസ്സിലങ്ങ് എന്തൊക്കെ സന്തോഷം വരികയാണ്. വിക്രം വിക്രം എന്നുള്ള വിളി കേട്ട് രണ്ടുപേരും ഒരേ സമയത്ത് പുറത്തേക്ക് ഓടുന്നുണ്ട്. മൊത്തത്തിലും അവർ കാണുന്നത് ഒരു കുഞ്ഞു കുട്ടിയുടെ പിറകെ ഒരമ്മ വിക്രം എന്ന് വിളിച്ചുകൊണ്ട് വിക്രം ആ ഫോൺ ഇങ്ങോട്ട് താടാ എന്നും പറഞ്ഞുകൊണ്ട് ഓടുന്ന സീനാണ് കാണുന്നത്. ഇത് കണ്ടതും നമ്മുടെ വിക്രം റൂമിലേക്ക് തിരിച്ചു പോകാനായി തിരിഞ്ഞതും നമ്മുടെ വേദയാണ് കാണുന്നത്. രണ്ടുപേരും പരിസരം മറന്ന് പരസ്പരം നോക്കി നിൽക്കുകയാണ്. വിക്രം വേദയെയും നോക്കുന്നുണ്ട്, വേദ വിക്രമിനെയും നോക്കി അങ്ങനെ നിൽക്കുന്നു. പെട്ടെന്നാണ് വർഷ അങ്ങോട്ട് വന്ന് വേദയെ കയ്യിൽ പിടിച്ച് വലിക്കുന്നത്. എന്താ വേദ നീ ഇവിടെ കാണിക്കുന്നത്? മുഹൂർത്തമാവാനായില്ലേ, നീ ഇങ്ങോട്ടേക്ക് വാ എന്നും പറഞ്ഞുകൊണ്ട് പിടിച്ചു വരച്ചുകൊണ്ട് വേദയെ അങ്ങോട്ട് കൊണ്ടുപോകുന്നു. വേദയാണെങ്കിൽ കൺമറയുവോളം വിക്രമിനെ തന്നെ തിരിഞ്ഞിങ്ങനെ നോക്കിക്കൊണ്ടാണ് ഇങ്ങനെ പോകുന്നത്. വേദ പോയതും വിക്രം കണ്ണിൽ നിന്നും വരുന്ന കണ്ണിനീര് തുടയ്ക്കുന്നുണ്ട്. വിക്രം റൂമിലേക്ക് ചെല്ലുന്നുണ്ട്. അവിടെ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് പെട്ടെന്ന് വാതിൽ തള്ളി തുറന്നൊരാൾ വരുന്നുണ്ട്. അദ്ദേഹം പറയുന്നുണ്ട്, ഞാൻ ഒരു ടൈലറാണ്, ഇത് നിങ്ങൾക്ക് വേണ്ടി സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി തന്ന ഡ്രസ്സാണ്, ഒരു മുണ്ടും ഷർട്ടും, ഈ ഷർട്ടൊന്ന് പാകമാണെന്ന് നോക്കൂ എന്നിങ്ങനെ ചോദിക്കുന്ന സമയത്ത് ഇത് ആരാണ് തന്നതെന്ന് വിക്രം ചോദിക്കുന്നുണ്ട്. ഇത് പെൺവീട്ടുകാർ നിങ്ങൾക്ക് വേണ്ടി തയ്പ്പിക്കാൻ വേണ്ടി തന്നതായിരുന്നു, ഇതൊന്ന് പാകമാണെന്ന് നോക്ക് പ്ലീസ് സാർ എന്നിങ്ങനെ പറയുന്ന സമയത്ത് വിക്രം ആദ്യം നിഷേധിച്ചുവെങ്കിലും പിന്നീട് എഴുന്നേറ്റ് ഡ്രസ്സ് മാറ്റി വരുന്നുണ്ട്. ഇത് സാറേ ഫിറ്റാണ് എന്ന് പറയുന്നു. ശരി എങ്കിൽ ഞാൻ പോട്ടെ എന്നും പറഞ്ഞുകൊണ്ട് അദ്ദേഹം അവിടെ നിന്നും ഇറങ്ങിപ്പോകുന്നുണ്ട്. അല്പസമയം കഴിഞ്ഞതും അദ്ദേഹം വീണ്ടും റൂമിലേക്ക് കയറി വരുന്നുണ്ട്. വിക്രമിനോട് ചോദിക്കുന്നുണ്ട്, എന്താ സാറേ ഇങ്ങനെ ചെയ്തത്? നിങ്ങളുടെ മുണ്ടും ഷർട്ടും അല്ല എന്നുണ്ടെങ്കിൽ ഞാൻ അത് തരുന്ന സമയത്തിൽ ഇത് എൻ്റേതല്ല എന്ന് വായ തുറന്ന് പറയേണ്ടതല്ലേ? ഈ ഡ്രസ്സ് മാറിപ്പോയി, ഇത് വേറൊരാൾക്ക് വേണ്ടി അവരുടെ വീട്ടുകാർ തയ്പ്പിക്കാൻ തന്നതാ, ഇനി എന്ത് ചെയ്യും എന്നിങ്ങനെ ചോദിക്കുന്ന സമയത്ത് പെട്ടെന്ന് വാതിലിന് അപ്പുറത്തു നിന്നും എന്താ നിങ്ങൾ ഈ ചെയ്തത് എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ശ്രീ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. വിക്രമിനെ റൂമിൽ കണ്ടതും ശ്രീയുടെ മുഖം അങ്ങ് ചുമന്ന് തൊടുക്കുക. ദേഷ്യം വന്ന് വിക്രമിനോട് ചോദിക്കുന്നുണ്ട്, ഹോ നിനക്കാണോടാ ഈ ഡ്രസ്സ് ഇദ്ദേഹം തന്നത്? നാണും മാനും ഇല്ലാത്തവനെ, എല്ലാവർക്കും വേണ്ടി തയ്പ്പിച്ച ഡ്രസ്സ് വാങ്ങിച്ചിടാൻ നാണമുണ്ടോടാ നിനക്ക് എന്ന് ശ്രീ ചോദിക്കുന്ന സമയത്ത് മിണ്ടി പോകരുത് താൻ എന്നും പറഞ്ഞുകൊണ്ട് ശ്രീയുടെ മുഖത്തേക്ക് വിരൽ ചൂണ്ടിക്കൊണ്ട് സംസാരിക്കുകയാണ് വിക്രം. പെട്ടെന്ന് തന്നെ ഉടുത്തിരുന്ന മുണ്ട് ഊരി വിക്രം ശ്രീയുടെ മുഖത്തേക്ക് എറിഞ്ഞു കൊടുക്കുന്നുണ്ട്. മുണ്ട് പോടാ നിൻ്റെ മുണ്ട് എന്നും പറഞ്ഞുകൊണ്ട് എറിഞ്ഞു കൊടുക്കുന്നത്. എന്നാൽ നീ ധരിച്ച മുണ്ടൊന്നും എനിക്ക് വേണ്ടടാ, ഞങ്ങൾ വേറെ എടുത്തോളാം എന്നും പറഞ്ഞുകൊണ്ട് അവിടെ നിന്നും ശ്രീ ഇറങ്ങിപ്പോകുന്നുണ്ട്. പെട്ടെന്ന് ശക്തി അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. മുണ്ടെടുക്കാതെ നിൽക്കുന്ന വിക്രമിനെ കണ്ട് ശക്തി ചോദിക്കുന്നുണ്ട്, എന്താടാ വിക്രം ഇത്, നീ എന്താ ഇങ്ങനെ നിൽക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് താഴെ കിടക്കുന്ന മുണ്ടെടുത്തുകൊണ്ട് വിക്രമിന് നേരെ നീട്ടുന്നു. നീ ഇത് ഉടുക്ക്. ഇത് കേട്ട് വിക്രം പറയുന്നുണ്ട്, എനിക്കത് വേണ്ട, ഞാൻ വേറെ ഡ്രസ്സ് എടുത്തിട്ടോളാം, അച്ഛനും അമ്മയും ഇപ്പോൾ കൊണ്ടുവരും എന്ന് പറയുന്നുണ്ട്. പക്ഷേ ശക്തി സമ്മതിക്കുന്നില്ല. എന്താടാ ഞാൻ തന്നാൽ നീ വേടിക്കത്തില്ലേ? ഞാൻ അറിഞ്ഞു കല്യാണ ഡ്രസ്സ് മാറിപ്പോയി അല്ലേ, നീ എന്തിനാ അതിന് വിഷമിക്കുന്നത്? നിനക്കെന്തായാലും ഒരു ഗിഫ്റ്റ് വാങ്ങിത്തരണമെന്ന് ഞാൻ വിചാരിച്ചിരുന്നതാണ്, എന്ത് തരുമെന്നായിരുന്നു ഞാൻ ആലോചിച്ചിരുന്നത്. എന്തായാലും ഈ മുണ്ടും ഷർട്ടും എൻ്റെ ഒരു ഗിഫ്റ്റായി നീ വെക്ക്, ഞാൻ സന്തോഷത്തോടെ നിനക്കിത് തരുന്നതാണ്. ഞാൻ ഗിഫ്റ്റ് തരുന്നത് നീ നിരസിക്കില്ലല്ലോ? ഇല്ലല്ലോടാ വിക്രം എന്ന് പറഞ്ഞുകൊണ്ട് ശക്തി മുണ്ടുടുപ്പിക്കുന്നുണ്ട് വിക്രമിനെ. വിക്രമിനാണെങ്കിൽ ഇത് നിഷേധിക്കാനും പറ്റുന്നില്ല. എന്നാൽ ശരി വിക്രം,
എൻ്റെയും വേദയുടെയും വിവാഹം കഴിഞ്ഞ ഉടനെ തന്നെ നിൻ്റെയും രാധയുടെയും വിവാഹത്തിന് ഞങ്ങൾ അങ്ങോട്ട് പെട്ടെന്ന് വരാം എന്നും പറഞ്ഞുകൊണ്ട് വിക്രമിനോട് യാത്ര പറഞ്ഞ് ശക്തി അവിടെ നിന്നും ഇറങ്ങിപ്പോകുന്നുണ്ട്. ഇതിനിടയിൽ ഫോട്ടോഗ്രാഫർ വേദയുടെ ഫോട്ടോസ് എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. വേദ എങ്ങോട്ടെങ്കിലും പോയാലോ എന്നുള്ള പേടി കൊണ്ട് വർഷ വേദയുടെ ഒപ്പം തന്നെയുണ്ട്. പെട്ടെന്നാണ് വർഷയ്ക്ക് ഒരു കോള് വരുന്നത്. വേദേ, നീ ഇവിടെ നിൽക്ക്, ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുക, ഞാൻ പെട്ടെന്ന് വരാം, ഒരു കോള് വരുന്നുണ്ട് എന്നും പറഞ്ഞുകൊണ്ട് അവിടെ നിന്നും പോകുന്നുണ്ട്. ഇതിനിടയിൽ അങ്ങോട്ട് കുറച്ച് ഗസ്റ്റ് വരുന്നുണ്ട്. കയ്യിൽ ഇവർക്ക് കൊടുക്കാനുള്ള ഗിഫ്റ്റൊക്കെ ഉണ്ട്. വേദയെ കണ്ടതും അവർ പറയുന്നുണ്ട്, എന്നെ ഓർമ്മയില്ലേ, നീ എന്താ ഇങ്ങനെ നോക്കുന്നത്? ഞാൻ നിന്റെ അച്ഛനോടൊപ്പം വർക്ക് ചെയ്യുന്നത് ആ കോടതിയിൽ എന്ന് പറയുന്നുണ്ട്. പക്ഷെ വേദയ്ക്ക് ഓർത്തെടുക്കാൻ കഴിയുന്നില്ല. എങ്കിലും ഓ ശരി ശരി, അച്ഛൻ അപ്പുറത്തുണ്ട്, നിങ്ങൾ അങ്ങോട്ട് ചെന്നോളൂ എന്ന് പറയുന്നുണ്ട്. പക്ഷെ അവർ പറയുന്നുണ്ട്, ഞങ്ങൾക്ക് വേറെയും ഫംഗ്ഷന് പങ്കെടുക്കാനുണ്ട്, പെട്ടെന്ന് പോകണം, അതുകൊണ്ട് ഗിഫ്റ്റ് നിങ്ങൾക്ക് തന്നിട്ട് ഞങ്ങൾ പോവാമെന്ന് വിചാരിച്ചു, എവിടെ ചെറുക്കൻ എവിടെ എന്ന് ചോദിക്കുന്നുണ്ട്. വേദ ഇത് കേട്ട് നാലുപുറം നോക്കുന്നുണ്ട്. പെട്ടെന്നാണ് വന്ന ഗസ്റ്റ് അപ്പുറത്ത് നിൽക്കുന്ന വിക്രമിനെ കാണുന്നത്. വെള്ള മുണ്ടും ഷർട്ടും എടുത്തത് കൊണ്ട് തന്നെ അവർ തെറ്റിദ്ധരിക്കുകയാണ്. വേദയെ വിവാഹം കഴിക്കാൻ പോകുന്നത് വിക്രമാണെന്ന് വിചാരിക്കുന്നു. പെട്ടെന്ന് തന്നെ മകളെ അവരുടെ അടുത്തേക്ക് പറഞ്ഞയക്കുന്നുണ്ട്. മോളെ, നീ ചെന്ന് അതാ നിൽക്കുന്നു, അവരാണ് ചെറുക്കൻ, നീ ചെന്ന് വേഗം അവരെ ഇങ്ങോട്ട് വിളിച്ചിട്ട് വാ, എന്നിട്ട് നമുക്ക് അവരുടെ കയ്യിൽ ഈ ഗിഫ്റ്റ് കൊടുത്തിട്ട് നമുക്ക് അങ്ങോട്ട് പോവാം എന്ന് പറയുന്നുണ്ട്. മോള് ഓടിച്ചെന്ന് വിക്രമിൻ്റെ കയ്യിൽ പിടിക്കുന്നുണ്ട്. എന്നിട്ട് വിക്രം ചോദിക്കുന്നുണ്ട്, എന്താ മോളെ? അപ്പോൾ മോള് പറയുന്നുണ്ട്, അത് ചേട്ടാ വേഗം വരൂ, അമ്മ വിളിക്കുന്നു എന്ന് പറയുക. അമ്മയോ എന്ന് സംശയത്തോടെ വിക്രം ചോദിക്കുന്നുണ്ട്. പക്ഷെ ആ കുട്ടി വിക്രമിൻ്റെ കൈ പിടിച്ചു വരിച്ചുകൊണ്ട് ഓടുന്നുണ്ട്. വിക്രം ചെന്നെത്തുന്നത് വേദയുടെ മുന്നിലും. വേദയെ കണ്ടതും വിക്രമിൻ്റെ മുഖം അങ്ങ് മാറുന്നുണ്ട്. എന്താണെന്ന് വിക്രമിന് മനസ്സിലാവുന്നില്ല. പെട്ടെന്ന് വേദയും വിക്രമിനെയും അങ്ങ് അടുത്തടുത്ത് നിർത്തുന്നുണ്ട്. എന്നിട്ട് കയ്യിലുള്ള ഗിഫ്റ്റ് അങ്ങ് കൊടുക്കുകയാണ് ഗസ്റ്റ്. അത് കാണുന്നതും വിക്രം പറയാൻ ശ്രമിക്കുന്നുണ്ട്, അത് ഞാനല്ല എന്നിങ്ങനെ പറയുന്നുണ്ട്. പക്ഷെ അവർ പറയുന്നുണ്ട്, ഏയ് ഒന്ന് അടുത്ത് നിൽക്കൂ, ഇതൊന്ന് മേടിക്കൂ, ഇത് നിങ്ങൾക്ക് തന്നിട്ട് വേണം, വിവാഹം കഴിഞ്ഞിട്ട് തരാൻ വേണ്ടി നിന്നാൽ ഞങ്ങൾക്ക് പറ്റത്തില്ല, സമയമില്ല, അതുകൊണ്ടാണ് ഈ ഗിഫ്റ്റ് ഒന്ന് മേടിക്കൂ എന്നും പറഞ്ഞുകൊണ്ട് രണ്ടുപേരും കൂടെ അവരുടെ കയ്യിൽ അങ്ങ് കൊടുക്കുന്നുണ്ട്. വിക്രം നിവൃത്തിയില്ലാത്തത് കൊണ്ട് തന്നെ ഗിഫ്റ്റ് സ്വീകരിക്കുന്നുണ്ട്. എന്നാൽ ഈ സീന് കാണുന്നത് ആരാന്ന് വെച്ചാൽ നമ്മുടെ കമലാമ്മയും രാധയുടെ അമ്മയും അപ്രതീക്ഷിതമായി അതിനെ അങ്ങ് കടന്നു പോവുകയാണ്. അപ്പോൾ രാധയുടെ അമ്മയാണ് ഈ സീന് കാണുന്നത്. രാധയുടെ അമ്മ കമലാമ്മയോട് പറയുന്നുണ്ട്, കണ്ടോ കമലാമ്മേ, നല്ലൊരു സീന്, അങ്ങോട്ട് നോക്ക്, എന്താണ് അവിടെയൊക്കെ നടക്കുന്ന കൂത്ത്, ഒന്ന് നിങ്ങൾ കാണ്, ഇതിന് നിങ്ങൾക്ക് എന്ത് മറുപടിയാണ് പറയാനുള്ളതെന്ന് ചോദിക്കുന്നുണ്ട്. ഇത് കേട്ട് കമലാമ്മ പറയുന്നുണ്ട്, ഈ ഇങ്ങോട്ട് വാ, ഞാൻ അവനോട് ചോദിക്കട്ടെ എന്നും പറഞ്ഞ് ദേഷ്യത്തോടെ വിക്രമിൻ്റെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട്. എന്താടാ വിക്രം ഇത്, നിങ്ങൾ എന്താണ് ഈ കാണിക്കുന്നതെന്ന് ഗസ്റ്റിനോടും ചോദിക്കുന്നുണ്ട്. അവർ പറയുന്നുണ്ട്, ഞങ്ങളൊരു ഗിഫ്റ്റ് കൊടുക്കുകയാണ്, എന്താ പ്രശ്നമെന്ന് ചോദിക്കുന്നു. ഉടനെ തന്നെ കമലാമ്മ ദേഷ്യത്തോടെ പറയുന്നു, അത് നിങ്ങൾ ആരാണ് ചെറുക്കൻ എന്നറിയാതെയാണോ ഗിഫ്റ്റ് കൊടുക്കുന്നത്? ഈ കുട്ടിയുടെ കല്യാണം വേറൊരു ചെറുക്കനുമായി നിശ്ചയിച്ചു വെച്ചിരിക്കുകയാണ്, ഇവൻ്റെ വിവാഹം വേറൊരു പെൺകുട്ടിയുമായി നടക്കാനിരിക്കുന്നു, ഇങ്ങനെയാണോ നിങ്ങൾ അറിയാതെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്? ആരാ എന്താണെന്നൊക്കെ അറിഞ്ഞിട്ട് വേണ്ടേ ചെയ്യാൻ എന്നും പറഞ്ഞുകൊണ്ട് ദേഷ്യപ്പെടുന്നുണ്ട്. വേറെ വിക്രമിൻ്റെ നേരെ തിരിയുന്നുണ്ട് കമലാമ്മ. എടാ, നിനക്കെന്തെങ്കിലും വായ തുറന്ന് പറയാമായിരുന്നില്ലടാ, നീയല്ല ചെറുക്കനെന്ന്, ഇങ്ങോട്ട് ഇറങ്ങി വാടാ എൻ്റെ പിറകെ എന്നും പറഞ്ഞുകൊണ്ട് കമലാമ്മ വിക്രമിൻ്റെ കൈ പിടിച്ചുകൊണ്ട് അങ്ങ് പോകുന്നുണ്ട്.